കൂട്ടുകാരെ, ഇത് ഞങ്ങൾ എൻ്റെ സ്കൂളിലത്തെ മീറ്റിങ്ങിന് പോകും കേട്ടോ. അപ്പോൾ ഓട്ടോയിലാണ് രാത്രി. അവിടെ ചെന്നിട്ട് അവിടെ നല്ലൊരു രാത്രിയാണ്. പിന്നെ ഓട്ടോയിൽ ഇറങ്ങുകയാണ്. ഇവിടെ ഒരു പോവാട്ടോ, നമ്മൾ രാത്രിക്ക് പോവാണ്. അപ്പോൾ ഞാനും ചുഞ്ഞും കൂടി ചുഞ്ഞുവിൻ്റെ സ്കൂളിലത്തെ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഞാനും ചുഞ്ഞും കൂടി ഈ സ്കൂളിലെ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോയിൽ കയറിയപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു ചിത്രശലഭത്തിനൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഏകദേശം സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോയ്ക്കാണ് പൊട്ടോ പോയത്. കാരണം ഏകദേശം നേരം വൈകിട്ടുണ്ടായിരുന്നു സ്കൂളിലെത്താൻ. രാവിലെ ആയിരുന്നു മീറ്റിംഗ്. ഒരു 9:45 തുടങ്ങുമായിരുന്നു. പക്ഷേ 9:50 ഞങ്ങൾ ഇടയ്ക്കര എത്തിയിട്ടുള്ളായിരുന്നു. പിന്നെ ഇടയ്ക്കര നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേഗം സ്കൂളിലേക്ക് ഏകദേശം സ്കൂളിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ നേരം വൈകിപ്പോയി, ഇറങ്ങാൻ ഇച്ചിരി നേരം വൈകിപ്പോയി വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലേക്ക് കയറി ഏകദേശം സ്കൂളിലെത്താനായി. അപ്പോൾ സ്കൂളിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെ ഗൈഡൻസിനൊരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു ഇച്ചിരി കയറ്റത്തിൽ ആക്കണമെന്ന്. അപ്പോൾ കയറ്റത്തിലല്ല, താഴോട്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ച. ഇവിടെ ഇറങ്ങി കുറച്ച് താഴേക്ക് ഇറങ്ങാണ്ട്, കുറച്ച് ക്ലാസ്സൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നടക്കാനുണ്ട്. അപ്പോൾ വണ്ടി കുറച്ച് താഴേക്ക് ഇറക്കണം എന്ന് കേട്ടോ അവൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഇറക്കി സാറിനോട് ചോദിച്ചു എവിടെയാണ് മീറ്റിംഗ്. കുറേ ക്ലാസ് ഉണ്ട്. സെക്ഷൻ ഇതല്ല ചുഞ്ഞു പഠിക്കുന്ന 2 സെക്ഷൻ ഉണ്ട്. അപ്പം ഇത് വലിയ സ്കൂളാണ്, വലിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. LKG UKG ഒക്കെ വേറെ സെക്ഷൻ കേട്ടോ. പക്ഷേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പം വലിയ സെക്ഷനിൽ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ വലിയ ക്ലാസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. UKG ആട്ടോ ഈ സ്ഥലം മേലോട്ട് പോകണേ. പക്ഷെ അവിടെ ചെറിയ തെന്നലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ക്ലാസ്സിലോട്ട് പോവട്ടെ. അവിടെ ഇച്ചിരി ഇഷ്ടമില്ലാത്ത ഒരു കുട്ടികളുണ്ട്. അട്ടറെ കുട്ടികളെ ഞാൻ കാണിച്ചു തരാം. ഇതാ പോവട്ടോ. ഞങ്ങൾ 7ലാണ് പോണേ. ഇനി സ്കൂള് ചെല്ലിൻ്റെ വലി ഇതാട്ടോ. ഇതാ പോണ്ട്. ഇത് ടീച്ചേഴ്സാട്ടോ, ടീച്ചേഴ്സാ. ചുഞ്ഞിനെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ ക്ലാസ് ഏതാണെന്നറിയില്ല. കാരണം വേറെ വലിയ ക്ലാസ്സിൽ വെച്ചിട്ടല്ലേ മീറ്റിംഗ്. അപ്പോൾ ഡിവിഷൻ ഏതാണ്, ഏത് ക്ലാസ്സിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ അവിടെ നിൽക്കുന്നതാണ് ചുഞ്ഞുവിൻ്റെ ടീച്ചറാണ് കേട്ടോ. ഇതാണ് ക്ലാസ് എന്ന് പറയണത്. ഏകദേശം എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ക്ലാസ് ടീച്ചർ. ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മീറ്റിംഗ് തുടങ്ങിയതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ അലോഡല്ല, വീഡിയോ എടുക്കുന്നത് ശരിയാണോ എന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരിത്തിരി വീഡിയോ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. മിസ്സിൻ്റെ പേര് അറിയില്ലല്ലോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞുതരാം. നൗഷിദ മാം എന്നാ. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടുണ്ട്. ബസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നു കണ്ടപ്പോൾ ചുഞ്ഞുണ്ട് എന്തായാലും ഒരിളക്കം. എന്താ വെച്ചാൽ ചായ വേണം, വിശക്കുന്നു, ദാഹം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തുടങ്ങും. പിന്നെ ഞങ്ങൾ നേരെ ബസ് ഇറങ്ങിയിട്ട് ചായയൊക്കെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്
കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടെത്തിയിട്ടോ. മീറ്റിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞോ? ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യും? നൗഷിദ മാം പറഞ്ഞ പോലെ ക്ലാസ്സിൽ ബെഞ്ചിൻ്റെ മേലെ കയറിയേക്കുക. ടീച്ചർ ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ പുറകാലെ പോവുക, ബാത്റൂമിൽ ഓടി കളിക്കുക അല്ലേ? പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞേ? പിന്നൊന്നുമില്ല. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. കമ്മണി ബേബി ഇരിപ്പുണ്ട്. ബേബിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഞാനും ചുഞ്ഞും മാത്രമേ പോയത്. എൻ്റെ കമ്മണി അമ്മൻ്റെ പൊന്നി 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 ഷുഡാപ്പി വീടെത്തി. സപ്പോർട്ടും ചെയ്യണം, ലൈക്കും ചെയ്യണം, എൻ്റെ ചോക്കും കൂടെ ഉണ്ടാക്കണം.